നമസ്കാരം. എല്ലാവർക്കും മൈ റെക്കോർഡ്സ് PSCയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023. കേരളത്തിലെ ആദ്യത്തെ LCNG പ്ലാന്റുകൾ ആരംഭിച്ചത് എവിടെയൊക്കെയാണ്? കൊച്ചുവേളി, തിരുവനന്തപുരം, ചേർത്തല, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ LCNG പ്ലാന്റുകൾ ആരംഭിച്ചത് കൊച്ചുവേളി, ചേർത്തല. 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാര ജേതാക്കൾ: KC ലേഖ, കായിക മേഖല; നിലമ്പൂർ ആയിഷ, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിത; ലക്ഷ്മി N മേനൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം; ഡോക്ടർ RS സിന്ധു, വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിത. കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന സർക്കാർ പദ്ധതി ആശ്വാസ കിരണം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക ദിനം എന്നായിരുന്നു? 2023 മാർച്ച് 30. കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രകൃതിദത്ത പദ്ധതി സ്പോഞ്ച് നഗരം. ടൂറിസം മേഖലയെ സ്ത്രീ സൗഹാർദ്ദമാക്കുന്നതിന് ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഷീ ടൂറിസം ആപ്പ്. സ്വാതി P ഭാസ്കരൻ, 5ാമത് ഗാനസാഹിത്യ പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. സ്വാതി P ഭാസ്കരൻ, ഗാനസാഹിത്യ പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. നീതി എവിടെ എന്ന സർവീസ് സ്റ്റോറി രചിച്ച മുൻ IPS ഉദ്യോഗസ്ഥൻ A ഹേമചന്ദ്രൻ. നീതി എവിടെ? A ഹേമചന്ദ്രൻ. റഷ്യൻ പ്രസിഡന്റിൻ്റെ ഉന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ലഭിച്ച മലയാളി രതീഷ് C നായർ. റഷ്യയുടെ ഓണററി കോൺസലും തിരുവനന്തപുരം റഷ്യൻ ഹൗസ് ഡയറക്ടറുമാണ് രതീഷ് C നായർ. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ കളക്ട്രേറ്റ് കോട്ടയം കളക്ട്രേറ്റ്. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന K-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 ജൂൺ 5. ക്ഷേത്രാങ്കണങ്ങളെയും കുളങ്ങളെയും കാവുകളെയും പരിപാലിപ്പിച്ച് ഹരിതാഭമാക്കാൻ ദേവസ്വം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ദേവാങ്കണം ചാരുഹരിതം. ദേവാങ്കണം ചാരുഹരിതം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാമതെത്തിയ സംസ്ഥാനം കേരളം. 2022 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള ജൂറിയുടെ അധ്യക്ഷനായി നിയമിതനായ ബംഗാളി ചലച്ചിത്ര നിർമ്മാതാവും തിരക്കഥാകൃത്തും നടനുമായ വ്യക്തി ഗൗതം ഘോഷ്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന ഹോട്ടലുകളും ബേക്കറികളും കണ്ടെത്താൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് ഈറ്റ് റൈറ്റ് ആപ്പ്. ഈറ്റ് റൈറ്റ് ആപ്പ്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 പുരസ്കാര ജേതാവ് പ്രൊഫസർ M തോമസ് മാത്യു. പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളെ സ്വീകരിക്കുന്നതിനും സേവനങ്ങളിൽ സഹായിക്കുന്നതിനും പരിശീലനം ലഭിച്ച വനിതകളെ ഹോസ്റ്റസായി നിയമിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ പഞ്ചായത്ത്, വയനാട്. ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ പരമോന്നത ബഹുമതിയായ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരത്തിന് അർഹത നേടിയ മലയാളി PJ ജോസഫ്. അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി മാധ്യമ പ്രവർത്തക KK ഷാഹിന. സംസ്ഥാനത്തിൻ്റെ 48ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ V വേണു. സംസ്ഥാനത്തിൻ്റെ 48ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ V വേണു. ചിന്ത രവീന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ചിന്ത രവീന്ദ്രൻ പുരസ്കാര ജേതാവ് P സായിനാഥ്. ചിന്ത രവീന്ദ്രൻ പുരസ്കാര ജേതാവ് P സായിനാഥ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ, ആദ്യ ഇന്ത്യക്കാരൻ എന്നീ ബഹുമതികൾ സ്വന്തമാക്കിയ മലയാളി അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ, ആദ്യ ഇന്ത്യക്കാരൻ എന്നീ ബഹുമതികൾ സ്വന്തമാക്കിയ മലയാളിയാണ് അഭിലാഷ് ടോമി. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. കേരള പോലീസ് മേധാവിയായി 2023 നിയമിതനായത് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഷെയ്ഖ് ദർവേഷ് സാഹിബ്. പ്രവാസികളുടെ റവന്യൂ സർവേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ പ്രവാസി മിത്രം പോർട്ടൽ. പ്രവാസി മിത്രം പോർട്ടൽ. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതിക്കായി തിരഞ്ഞെടുത്ത സ്ഥലം വെള്ളായണി. കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതിക്കായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് വെള്ളായണി.
കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഓൺലൈൻ റേഡിയോ ശ്രീ. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. 2023 ONV യുവ സാഹിത്യ പുരസ്കാര ജേതാക്കൾ നീതു സി സുബ്രഹ്മണ്യൻ, രാഖി ആർ ആചാരി. താനൂർ ബോട്ടപകടം അന്വേഷിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് VK മോഹനൻ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ആരംഭിച്ചതെവിടെ? കൊച്ചി. 2023 മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാര ജേതാവ് സാറ ജോസഫ്. 2023 മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാര ജേതാവ് സാറ ജോസഫ്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PSC മുഖേന നിയമനമില്ലാത്ത തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി നിലവിൽ വന്ന റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. കേരള പബ്ലിക് എൻ്റർപ്രൈസ് ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ VP ജോയ്. കേരള ലളിതകലാ അക്കാദമിയുടെ 2022 സംസ്ഥാന കാർട്ടൂൺ പുരസ്കാര ജേതാവ് K ഉണ്ണികൃഷ്ണൻ. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ സേതു. പുരസ്കാരത്തുക 3 ലക്ഷം രൂപ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ല കൊല്ലം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലും അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും നൽകാൻ ഉത്തരവിട്ട സംസ്ഥാനം കേരളം. കേരളത്തിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ആദ്യമായി സഭ നിയന്ത്രിച്ച രാജ്യസഭാംഗം PT ഉഷ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് പയ്യന്നൂർ കുഞ്ഞിരാമൻ. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള തകഴി സ്മാരക പുരസ്കാരം കരസ്ഥമാക്കിയ വ്യക്തി M മുകുന്ദൻ. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ മലയാളി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം. കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച വ്യക്തി PT ഉഷ. കേരളത്തിലൂടെ ഓടിത്തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. ചുമട്ടുതൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി നവശക്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന് നൽകിയ പേര് നോ ടു ഡ്രഗ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ കേരളത്തിലെ ശില്പം സാഗരകന്യക. ശില്പി കാനായി കുഞ്ഞിരാമൻ. തിരുവനന്തപുരം ശംഖുമുഖം കടുപ്പുറത്താണ് ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത്. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാര ജേതാവ് പ്രിയ AS. കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 യുവ സാഹിത്യ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂർ. കൃതി അച്ഛൻ്റെ അലമാര. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് C രാധാകൃഷ്ണൻ. ശാസ്ത്ര സാമൂഹിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം 2023 ലഭിച്ചത് പ്രൊഫസർ സലീം യൂസഫ്. ഗവേഷണ രംഗത്തെ കേരളീയരായ പ്രതിഭകളെ ആദരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ 2018 മുതൽ നൽകുന്ന പുരസ്കാരമാണ് കൈരളി പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ 2022 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വിശിഷ്ടാംഗത്വത്തിന് അർഹരായവർ ഡോക്ടർ MM ബഷീർ, N പ്രഭാകരൻ. സൗരയുധത്തിൽ സൂര്യനെ ചുറ്റുന്ന ചിഹ്നഗ്രഹങ്ങളിൽ ഒന്നിന് മലയാളിയുടെ പേര് നൽകി. ജ്യോതിശാസ്ത്രജ്ഞനും പാലക്കാട് നെല്ലായ സ്വദേശിയുമായ ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെ പേരാണ് 2000 ജൂണിൽ കണ്ടെത്തിയ ഒരു ചിഹ്നഗ്രഹത്തിന് നൽകിയത്. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയനാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. പാരീസ് ഒബ്സർവേറ്ററിയിലെ ഉൽക്കാപഠന സംഘത്തിൽ അംഗമാണ് അശ്വിൻ. കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 2023 ഏപ്രിൽ 25. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനവും ഈ വലിപ്പത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ സംയോജിത ഗതാഗത സംവിധാനവുമാണ് കൊച്ചിയിലേത്. കേരള സർക്കാരിൻ്റെ നിക്ഷേപവും ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ KfW വായ്പയും ഉൾപ്പെടെ
1136.83 കോടി ചിലവാണ് പദ്ധതി നടപ്പാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.